നമസ്കാരം. മാളയിൽ നടക്കുന്ന കാലിക്കറ്റ് ഡി സോൺ കലോത്സവത്തിൽ SFI KSU പ്രവർത്തകർ തമ്മിൽ ഏറ്റുമുട്ടി. വൻ സംഘർഷമായതോടെ കലോത്സവം നിർത്തിവെച്ചു. സ്കിറ്റ് മത്സരത്തെ ചൊല്ലിയുണ്ടായ തർക്കമാണ് സംഘർഷത്തിന് കാരണമാകുന്നത്. ഫലം പറയുന്നതിൽ ജഡ്ജസും മത്സരാർത്ഥികളും തമ്മിലുണ്ടായ വാക്കേറ്റം പിന്നീട് വിദ്യാർത്ഥി സംഘടനകൾ ഏറ്റെടുക്കുകയായിരുന്നു. മാള ഹോളി ഗ്രേസ് കോളേജിലാണ് ഡിസോൺ കലോത്സവം നടക്കുന്നത്. SFI പ്രവർത്തകരാണ് അക്രമത്തിന് പിന്നിലെന്നാണ് KSUയുടെ ആരോപണം. KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ ഗുരുവായൂരിന്റെ നേതൃത്വത്തിലുള്ള സംഘം അതിക്രമമുണ്ടാക്കിയെന്നാണ് SFI ഉന്നയിക്കുന്ന ആരോപണം. സംഘർഷത്തിൽ 20ഓളം പേർക്ക് പരിക്കേറ്റിരുന്നു. പോലീസ് എത്തി ലാത്തി വീശിയതോടെയാണ് സംഘർഷം അയഞ്ഞത്. സംഘർഷത്തെ തുടർന്ന് കലോത്സവം നിർത്തിവെച്ചു. KSU ജില്ലാ അധ്യക്ഷൻ ഗോകുൽ അടക്കം 10ഓളം പേർ സഞ്ചരിച്ചിരുന്ന ആംബുലൻസിന് നേരെയും ആക്രമണം നടന്നു. DYFI SFI പ്രവർത്തകരാണ് ആംബുലൻസിന് നേരെ ആക്രമണം നടത്തിയതെന്നാണ് KSU ആരോപണം. സംഘർഷത്തിന്റെ ദൃശ്യങ്ങളും പുറത്തു വന്നിട്ടുണ്ട്. വടിയും കസേരയും ഉപയോഗിച്ച് വളഞ്ഞിട്ട് മർദ്ദിക്കുന്നത് ദൃശ്യങ്ങളിൽ കാണാവുന്നതാണ്. ജനുവരി 26-നാണ് ഡി സോൺ കലോത്സവത്തിന് തുടക്കം കുറിച്ചത്. ഇന്ന് അവസാന ദിവസമായിരുന്നു. ഇതിനിടയിലാണ് വൻ സംഘർഷം നടക്കുന്നത്. വിദ്യാർത്ഥികൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടി. ഇരുവിഭാഗത്തുമായി 15ഓളം പേർക്ക് പരിക്കേറ്റിട്ടുണ്ട്. ഇവരെ ചാലക്കുടിയിലെയും മലയിലെയും സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയുമാണ്. സംഭവം അറിഞ്ഞ് മാള പോലീസ് സ്ഥലത്തെത്തിയിട്ടുമുണ്ട്. അതേസമയം പരിക്കേറ്റ KSU വിദ്യാർത്ഥികളുമായി പോയ ആംബുലൻസ് SFI പ്രവർത്തകർ ചേർന്ന് ആക്രമിച്ചതായി കോൺഗ്രസിലെ ചില ആളുകൾ ആരോപിക്കുകയുണ്ടായി. കലോത്സവം തുടരുന്നതിനായി ബന്ധപ്പെട്ട് പോലീസിന്റെ നേതൃത്വത്തിൽ മധ്യസ്ഥ ചർച്ച നടക്കും. ആക്രമണത്തിൽ പരിക്കേറ്റ കേരളവർമ്മ SFI യൂണിറ്റ് പ്രസിഡന്റ് ആഷിഖിന്റെ നില ഗുരുതരമാണ്. തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് ഇപ്പോൾ ആശിഷ്. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.